ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനാവുന്ന ഒരു സ്ക്രബും ഫേസ് പാക്കും നോക്കിയാലോ. നമ്മുടെ ഫേസിലുള്ള ടാനും മൂക്കിന്റെ മേലെയൊക്കെ ഉണ്ടാകുന്ന ഡാർക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ നമുക്ക് സഹായിക്കുന്ന ഒരു സ്ക്രബും ഫേസ് പാക്കും നോക്കാം. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്താൽ നമുക്ക് ഒരു 2-3 മാസം കൂടുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഫ്രീ ആകുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമുക്ക് ഫേഷ്യൽ കിറ്റൊക്കെ വാങ്ങാൻ കിട്ടാറുണ്ട്. പക്ഷെ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കാണിത്. നമുക്കൊരു ചെറിയ ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് തന്നെ നമ്മുടെ ഫേസിൽ വരും. കുറേ നാളായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടാകുന്ന സൺ ടാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് 242 സബ്സ്ക്രൈബേഴ്സായി. അതിൽ പകുതിയോളം ആൾക്കാരെ എനിക്ക് നേരിട്ട് അറിയുന്നതും പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായി കിട്ടിയ സബ്സ്ക്രൈബേഴ്സുമാണ്. കുറച്ച് പേര് എനിക്ക് നേരിട്ട് അറിയാത്തവരുണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് അറിയാത്തവർ കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാകാറുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് എങ്ങനെയാ ഈസി ആയിട്ട് സ്ക്രബും ഫേസ് പാക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഈ സ്ക്രബിനും ഫേസ് പാക്കിനും വേണ്ടത് ഒരു ഹാഫ് തക്കാളിയാണ്. ഹാഫ് തക്കാളി, ഇപ്പോൾ തക്കാളി എല്ലാം വീട്ടിലുണ്ടാവും. അതുപോലെ പഞ്ചസാര, പിന്നെ പാല്, കടലമാവ്, അത് മാത്രമേ വേണ്ടൂ. ഇതിൽ മിക്കവാറും കടലമാവ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ ഏത് ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. എല്ലാവർക്കും അറിയായിരിക്കും, അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യാൻ നമുക്ക് വേണ്ടത് തക്കാളിയും പഞ്ചസാരയും മാത്രമാണ്. കാണുന്നുണ്ടോ, ഒരു ഹാഫ് തക്കാളിയും പിന്നെ ഒരു നുള്ളു പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാം. പഞ്ചസാരയിലൂടെ വേണ്ടി ഉറുമ്പ് വരാൻ ചാൻസ്. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായി സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ റൗണ്ട് വട്ടത്തിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴോട്ട് സ്ക്രബ് ചെയ്യാണ്ട് നോക്കുക. മേലോട്ടായിരിക്കണം നമ്മുടെ സ്കിന്നിനെ സ്ക്രബ് ചെയ്യേണ്ടത്. ഇങ്ങനെ റൗണ്ടിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക മേലോട്ട്. അപ്പോൾ എനിക്ക് നോക്കി സ്ക്രബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കണ്ണാടി നോക്കി സ്ക്രബ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ക്രീം ഇട്ട് നന്നായി സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്യാൻ ഒരച്ചൊളിച്ച് അങ്ങനെ എടുക്കാൻ വേണ്ട. ജസ്റ്റ് ഒന്ന് ഒരച്ചെടുത്താൽ മതി. അല്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഒട്ടി പോകും. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ സൺടാനൊക്കെ ഏൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടത് കടലപ്പൊടി, പിന്നെ നേരത്തെ യൂസ് ചെയ്ത തക്കാളി തന്നെ നമ്മൾ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ആ തക്കാളി, പിന്നെ വേണ്ടത് പാലാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ പാലില്ല, ഞാൻ പാലുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ചായക്ക് എടുത്താൽ തീർന്നു നോക്കി. അപ്പോൾ ഞാൻ റോസ് വാട്ടറാണ് മിക്സ് ചെയ്യാൻ ഒഴിച്ചത്. അപ്പോൾ കടലപ്പൊടി, പാല്, ഈ തക്കാളിൻ്റെ ജ്യൂസ്, റോസ് വാട്ടർ എന്തെങ്കിലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ വെള്ളവും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. കറണ്ട് പോയി ഗായ്സ്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിയിൽ ഏതെങ്കിലും പാത്രം എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ തായാലും ഉറ്റി നാശമാവും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ലേശം റോസ് വാട്ടർ എൻ്റെ കൂടെ അധികമായി പോയിക്ക്. നിങ്ങൾ കുറച്ച് കുറവ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു കുഴമ്പ്, ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ തേച്ചാൽ മതി. ഇതിപ്പോൾ ലേശം അധികമായി പോയിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ ഉറ്റുന്നത്. കുഴപ്പമില്ല. ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു മുക്കാൽ അങ്ങനെ ആകുമ്പോൾ കഴുകിക്കളയുക. അപ്പോൾ ഏതൊരു പാക്ക് ഇടുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഡ്രൈ ആയി മറ്റൊരു വലിഞ്ഞ് മുറുകും പോലെയുള്ളൊരു ഫീൽ വരില്ലേ. നമുക്ക് ആ ഫീൽ നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ വായലിങ്ങനെ ഇളക്കുമ്പോൾ നല്ലൊരു രസം വരും. പക്ഷേങ്കിൽ അങ്ങനെ വെക്കാൻ നിൽക്കേണ്ട. നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ഫേസിൽ ചുളിവെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ നമ്മൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്ത് കൂടി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 2 ഷെയ്ഡായിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാത്തത് ഇത് കഴുത്ത് കയറിയൊരു കുപ്പായാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത കുപ്പായത്തിലെല്ലാം ആകുമോ, അതുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും അപ്ലൈ ചെയ്യുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ അധികം സംസാരിക്കാണ്ട് നിൽക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് ചുളിവുകൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫേസ് പാക്ക് ഇട്ടാൽ അധികം സംസാരിക്കാണ്ട് നിൽക്കുക. ഇത് നമുക്കൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അന്നേരം തന്നെ നമുക്കൊരു നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ മാറിയ പോലെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ 2 തവണയൊക്കെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, റിസൾട്ട് ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.